ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കാടമുട്ട കൊണ്ടൊരു ബിരിയാണിയാണ്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ കാടമുട്ടയെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. മുട്ടയെല്ലാം ഞാനിപ്പോൾ വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മുട്ടയിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും കോൺഫ്ലോറും ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. നല്ലതുപോലെ പിടിപ്പിക്കണം അതിൽ തേച്ച്. അതിനുശേഷം നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ഈ മുട്ടകളൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചേക്കാം. 2 കപ്പ് ബാസ്മതി റൈസ് എടുത്ത് കുതിരാൻ വെക്കണം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞത്, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഒരു പിടി മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ജീരകം, പെരുംജീരകം, ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കേണ്ട പാത്രത്തിൽ കുറച്ച് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതേ അളവിൽ തന്നെ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ് എന്നിവ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയുമാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ സ്പൂൺ ചില്ലി പൗഡറാണ്. അതേ അളവിൽ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഞാനെങ്കിൽ ബിരിയാണി മസാലയ്ക്ക് പകരമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല പൗഡറാണ്. അതുകൂടി അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം. വീണ്ടും പൊടികൾ ഇട്ട ശേഷം നമുക്ക് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് തൈരാണ്. പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കാൻ. അതുകൂടി ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബിരിയാണി റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊടികളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് അളവ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് അരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഞാനിപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ കുതിർത്ത അരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുതിർക്കാതെ അരി നേരടിയായി നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഒരു 4 എന്നുള്ളത് 4.5 ആയിട്ട് വെള്ളം ഒഴിക്കേണ്ടതാണ്. മൂടി വേവിച്ച ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റാണോ നോക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വേവിക്കാം. വീണ്ടും ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ദോശക്കല്ലിലോട്ട് മാറ്റിയ ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് അടച്ച് വേവിക്കണം. അതൊരു 2-3 മിനിറ്റ് വേവിച്ചാൽ മാത്രം മതി. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. വെള്ളം നമ്മൾ ഒഴിക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അളവ് വെള്ളം കറക്റ്റായി ഒഴിച്ചാൽ നമുക്ക് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ബിരിയാണി കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കാടമുട്ട ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യൽ ഐറ്റമായിട്ട് ഇതൊന്ന് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.